ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ടൈറ്റിൽ നിങ്ങൾ കഴിക്കുന്നത് തന്നെയാണ് നിങ്ങൾ ആകുന്നത്. ആഹാരം എന്തുകൊണ്ട് ഇത്ര പ്രധാനമാണ്? നിങ്ങൾ ദിവസവും കഴിക്കുന്ന ഓരോ ഭക്ഷണവും നിങ്ങളുടെ വിശപ്പ് മാത്രമല്ല അകറ്റുന്നത്, അത് നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ഭാവിയെയും രൂപപ്പെടുത്തുകയാണ്. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ അതിശയോക്തിയായി തോന്നാം, പക്ഷേ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു വീട് പണിയാൻ നല്ല ഇഷ്ടികയും ഉറച്ച അടിത്തറയും വേണം. ദുർബലമായ വസ്തുക്കൾ കൊണ്ട് പണിത വീടിന് കാലത്തിൻ്റെ പരീക്ഷണം താങ്ങാനാവില്ല. നമ്മുടെ ശരീരവും അതുപോലെയാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് നമ്മുടെ ശരീരം പുതിയ കോശങ്ങൾ നിർമ്മിക്കുന്നത്. നമ്മുടെ രക്തം, പേശികൾ, എല്ലുകൾ, ചർമ്മം, തലച്ചോർ എല്ലാം ഭക്ഷണത്തിൽ നിന്നുള്ള പോഷകങ്ങളെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് പുരാതന ജ്ഞാനികൾ പറഞ്ഞത്, നിങ്ങൾ കഴിക്കുന്നത് തന്നെയാണ് നിങ്ങളാകുന്നത്. ഇത് ശരീരത്തെക്കുറിച്ച് മാത്രമല്ല, നമ്മുടെ മനസ്സിനെയും ചിന്തകളെയും ജീവിത രീതിയെയും കുറിച്ചുമാണ്. ഇന്ന് മനുഷ്യൻ സാങ്കേതിക വിദ്യയിൽ വളരെയധികം മുന്നേറി, എന്നാൽ അതോടൊപ്പം ജീവിതം വേഗത്തിലായി. പെട്ടെന്ന് കിട്ടുന്ന ഭക്ഷണം, കൂടുതൽ പഞ്ചസാര, കൂടുതൽ എണ്ണ, കൂടുതൽ സംസ്കരിച്ച ഭക്ഷണങ്ങൾ, ഇവ വിശപ്പടക്കാം, പക്ഷേ ശരീരത്തിന് വേണ്ട യഥാർത്ഥ പോഷണം നൽകുമോ? ഒരുപാട് ആളുകൾ വയറു നിറയ്ക്കുന്നു, എന്നാൽ ശരീരത്തെ പോഷിപ്പിക്കുന്നില്ല. ഇവ രണ്ടും ഒരുപോലെയല്ല. ഒരു കാറിൽ തെറ്റായ ഇന്ധനം നിറച്ചാൽ അത് ശരിയായി ഓടുമോ? ഒരിക്കലുമില്ല. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനും ശരിയായ ഇന്ധനം വേണം. പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, നല്ല പ്രോട്ടീൻ, മതിയായ വെള്ളം, ഇവയാണ് ശരീരത്തിന് ജീവൻ നൽകുന്ന ഇന്ധനം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരോഗ്യകരമായ ഭക്ഷണം കഴിച്ച ദിവസങ്ങളിൽ ശരീരം കൂടുതൽ ഊർജ്ജസ്വലമായിരിക്കും. എന്നാൽ അമിതമായ ജങ്ക് ഫുഡ് കഴിച്ചാൽ ശരീരം മന്ദഗതിയിലാകും, ക്ഷീണം വർദ്ധിക്കും, മനസ്സിന് ഏകാഗ്രത കുറയും. കാരണം ഭക്ഷണം വയറിനെ മാത്രമല്ല, തലച്ചോറിനെയും സ്വാധീനിക്കുന്നു. നമ്മുടെ തലച്ചോറ് ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ഊർജം ഉപയോഗിക്കുന്ന അവയവമാണ്. അതിന് നല്ല പോഷണം ലഭിച്ചാൽ ഓർമ്മശക്തിയും ഏകാഗ്രതയും തീരുമാനമെടുക്കാനുള്ള കഴിവ് മെച്ചപ്പെടും. അതുകൊണ്ട് ഭക്ഷണം ഒരു രുചിയുടെ കാര്യം മാത്രമല്ല, അത് ഒരു ജീവിത ശൈലിയാണ്, ഒരു തീരുമാനമാണ്, നിങ്ങളുടെ ഭാവിയെ രൂപപ്പെടുത്തുന്ന ഒരു നിക്ഷേപമാണ്. ഇന്ന് നമ്മൾ ആരോഗ്യത്തെക്കാൾ സൗകര്യത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. പെട്ടെന്ന് കിട്ടുന്നതാണ് തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ പ്രകൃതി ഒരിക്കലും കുറുക്ക് വഴികൾ പഠിച്ചിട്ടില്ല. ഒരു വിത്ത് വൃക്ഷമാകാൻ സമയമെടുക്കും, ഒരു കുഞ്ഞു വളരാൻ വർഷങ്ങളെടുക്കും. അതുപോലെ ആരോഗ്യവും ഓരോ ദിവസവും ചെയ്യുന്ന ചെറിയ നല്ല തീരുമാനങ്ങളിലൂടെ വളരുന്നതാണ്. ഓരോ ആരോഗ്യകരമായ ഭക്ഷണവും നിങ്ങളുടെ ശരീരത്തോട് പറയുന്ന ഒരു സന്ദേശമാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നിന്നെ ഞാൻ സംരക്ഷിക്കും. ആരോഗ്യം നഷ്ടപ്പെട്ടതിന് ശേഷം അതിൻ്റെ വില മനസ്സിലാക്കുന്നതിനേക്കാൾ നല്ലത് ആരോഗ്യം ഉള്ളപ്പോൾ അതിനെ സംരക്ഷിക്കുകയാണ്. പണം നഷ്ടപ്പെട്ടാൽ വീണ്ടും സമ്പാദിക്കാം, പദവി നഷ്ടപ്പെട്ടാൽ തിരിച്ചു പിടിക്കാം, പക്ഷേ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ ജീവിതം തന്നെ മാറിപ്പോകും.
അതുകൊണ്ട് ഇന്ന് തന്നെ ഒരു തീരുമാനം എടുക്കൂ. ഓരോ ദിവസവും കുറഞ്ഞത് ഒരു ആരോഗ്യകരമായ ഭക്ഷണമെങ്കിലും തിരഞ്ഞെടുക്കുക. മതിയായ വെള്ളം കുടിക്കുക. മന്ദഗതിയിൽ ഭക്ഷണം കഴിക്കുക. ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ കേൾക്കുക. ഓർമ്മിക്കുക, നിങ്ങളുടെ ശരീരം ഒരു ക്ഷേത്രമാണ്. നിങ്ങളുടെ മനസ്സ് അതിൻ്റെ ദീപമാണ്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണമാണ് ആ ദീപത്തിന് എണ്ണ പകരുന്നത്. നല്ല ഭക്ഷണം നല്ല ആരോഗ്യം നൽകും. നല്ല ആരോഗ്യം നല്ല ചിന്തകൾ നൽകും. നല്ല ചിന്തകൾ നല്ല തീരുമാനങ്ങൾ നൽകും. നല്ല തീരുമാനങ്ങൾ മികച്ച ജീവിതം സൃഷ്ടിക്കും. അതിനാൽ നിങ്ങളുടെ ജീവിതം മാറ്റണമെങ്കിൽ ആദ്യം നിങ്ങളുടെ തളിക മാറ്റും. കാരണം മാറ്റം ആരംഭിക്കുന്നത് അടുക്കളയിൽ നിന്നാണ്. ഓരോ ഭക്ഷണവും ഒരു തിരഞ്ഞെടുപ്പാണ്. ഓരോ തിരഞ്ഞെടുപ്പും നിങ്ങളുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നു. ഇതിൽ അവസാനത്തെ സന്ദേശം ഓർക്കുക, നിങ്ങൾ കഴിക്കുന്നത് തന്നെയാണ് നിങ്ങൾ ആകുന്നത്. അതിനാൽ വയറ് നിറയ്ക്കാൻ മാത്രം ഭക്ഷണം കഴിക്കരുത്. ജീവിതത്തെ പോഷിപ്പിക്കാൻ ഭക്ഷണം കഴിക്കൂ. നിങ്ങളുടെ ശരീരത്തിന് ശക്തിയും മനസ്സിന് വ്യക്തതയും ആത്മാവിന് സമാധാനവും നൽകുന്ന ആഹാരം തിരഞ്ഞെടുക്കൂ. കാരണം ഇന്ന് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണമാണ് നാളെ നിങ്ങൾ ജീവിക്കുന്ന ജീവിതത്തിൻ്റെ അടിത്തറ. ആരോഗ്യകരമായ ഭക്ഷണം ഒരു ശീലമല്ല, അത് നിങ്ങളോടുള്ള ഏറ്റവും വലിയ സ്നേഹപ്രകടനമാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ ശ്രദ്ധിച്ചു കേട്ട എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയോജനമുള്ള വീഡിയോകളുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഹാവ് എ നൈസ് ഡേ.